പത്രവാർത്തകളൊക്കെ പറയാനായി ഓരോ പത്രവും വാർത്തകളെ എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന് പറയാനായിട്ട് നമ്മുടെ ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇവിടെ റെഡിയാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് നമ്മളൊരു സമാധാനത്തിന്റെ പുലരിയിലേക്ക് കണ്ണു തുറന്ന ദിവസമാണ് ശ്രീജിത്ത് ഇന്ന്. പത്രങ്ങൾ തീർച്ചയായും പത്രങ്ങളും അങ്ങനെ തന്നെയാണ്. എല്ലാവരും സമാധാനത്തിൻ്റെ പാതയിൽ തന്നെയാണ്. പക്ഷേ ഈ വെടിനിർത്തൽ എന്ന പദത്തിനപ്പുറത്തേക്ക് സമാധാനം എന്ന പദത്തിലേക്ക് പത്രങ്ങൾ കൂടി മാറുമ്പോൾ അത് രാവിലെ പത്രം കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓരോ നിമിഷവും കടന്നുപോയത് വലിയ യുദ്ധ സമാനമായ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിലായിരുന്നു. അത് നേരെ മറിച്ച് പത്രങ്ങളിലേക്ക് പോയാൽ കുറച്ചും കൂടി സമാധാനം കിട്ടുമെന്ന് വിചാരിക്കാം. സേതു, ഞാൻ തുടങ്ങട്ടെ. ഇന്ന് ഞാൻ ആദ്യം മാതൃഭൂമിയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതായത് സമാധാനം അല്ലെങ്കിൽ പുലരട്ടെ സമാധാനം എന്ന് പറയുന്ന ഒരു വലിയ ഹെഡിങ്, അതാണ് മാതൃഭൂമിയുടെ ഹെഡിങ്. എല്ലാ പത്രങ്ങളുടെയും ഹെഡിങ്ങിലേക്ക് നമ്മൾ പോകാറുണ്ട്. ആദ്യം മാതൃഭൂമിയിൽ തുടങ്ങാം. കാരണം മാതൃഭൂമിയുടെ ഒന്നാം പേജ് കുറച്ചും കൂടി മനോഹരമായിട്ട് തോന്നുന്നു. കാരണം അതിൻ്റെ ആ ഒരു ലേഔട്ടിൻ്റെ ഭംഗിയും അതിൽ ഉൾക്കൊള്ളിച്ചുള്ള ചില കാര്യങ്ങളും കൊണ്ടാണ്. കാരണം ഇന്ന് അമ്മമാരുടെ ദിനമാണ്. അതുകൊണ്ട് തന്നെ ആ അമ്മമാരുടെ ദിനത്തെ ഈ സമാധാനപരമായി, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറുമായി അല്ലെങ്കിൽ വെടിനിർത്തലുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ മാതൃഭൂമി ഒന്നാം പേജ് ശ്രമിച്ചിട്ടുണ്ട്. അത് ഒന്നാം പേജിന് ഏറ്റവും മുകളിൽ ഇന്ന് അമ്മമാരുടെ ദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് യുദ്ധത്തിൽ വീണുപോയ ഓരോ മനുഷ്യരും ഏതോ ഒരു അമ്മയുടെ മനസ്സിലെ പൂവാണ്. നോവുന്നതും നീറുന്നതും അമ്മമാർക്കാണ്. പോർക്കളത്തിൽ മരിച്ച മക്കളെ അവരിപ്പോഴും സ്വപ്നത്തിൽ കാണുന്നുണ്ടാകും. അതിർത്തികളിൽ അമ്മ കാവൽ നിൽപ്പുണ്ട്. വാത്സ്യത്തിൻ്റെ വിളക്ക് തെളിയിച്ച് കണ്ണീര് കൊണ്ട് കവചം തീർത്ത് ഉള്ളിൽ ഒരു ഉമ്മ കരുതി വെച്ച് അമ്മയുടെ സ്നേഹത്തിന് മുൻപിൽ ആരാണ് നിരായുധരാവാത്തത്. എത്ര മനോഹരമായൊരു സെൻറ്റൻസ് ആണത്, അല്ലെങ്കിൽ എത്ര മനോഹരമായൊരു എഴുത്താണ്, എത്ര മനോഹരമായ വാക്കുകളാണത്. ഇന്ന് അമ്മമാരുടെ ദിനമാണ്. അതിനെ സമാധാനവുമായി അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷഭരിതമായൊരു അന്തരീക്ഷത്തെ കൂട്ടിച്ചേർക്കാൻ മാതൃഭൂമി കാണിച്ച ആ ഒരു മിടുക്കിന് അഭിനന്ദനം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതോടൊപ്പം തന്നെ ഈ ചിത്രം ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള യുദ്ധവുമായി അല്ലെങ്കിൽ അന്തരീക്ഷവുമായി എന്താണ് ബന്ധമെന്ന് വായനക്കാർക്ക് തോന്നാം. ആ ചിത്രത്തിനും അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. ഇത് മധ്യ ജാവയിലെ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധമത സ്മാരകവും യുനെസ്കോ പൈതൃക കേന്ദ്രവുമായ ബറോബുദൂർ ക്ഷേത്രത്തിൽ വൈശാഖ ദിവസത്തിന് മുന്നോടിയായി ലോക സമാധാനത്തിനായി പ്രാർത്ഥന നടത്തുന്ന ബുദ്ധസന്യാസിമാരുടെ ചിത്രമാണ്. അതിനെയും അങ്ങനെ രണ്ട് കാര്യങ്ങളെ വളരെ മനോഹരമായി കണക്ട് ചെയ്യാൻ, ചേർത്ത് വെക്കാൻ ഒന്നാം പേജിൽ അത് സമാധാനപരമായി കൊണ്ടുവരാൻ, സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ വാക്കായി കൊണ്ടുവരാൻ പുലരട്ടെ എന്ന സമാധാനം കൂടി ഹെഡിങ് ആക്കുമ്പോൾ മാതൃഭൂമിയുടെ ഒന്നാം പേജ് ഏറ്റവും മനോഹരമാകുന്നു. പിന്നെ താഴോട്ട് മുഴുവൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ലംഘനവും കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ 10-15 ദിവസമായി ഉണ്ടായ മുഴുവൻ കാര്യങ്ങളുടെയും വിശദമായ റിപ്പോർട്ടാണ്. വെടിനിർത്തലിന് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും, പിന്നാലെ പാകിസ്ഥാൻ്റെ പ്രകോപനം, പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചത് ഇന്ത്യ. അത് നമുക്കറിയാം. ഇന്നലെ രാത്രി വൈകിട്ട് 5 മണിക്ക് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം വീണ്ടും രാത്രി 9 മണിയോടുകൂടി തന്നെ പാകിസ്ഥാൻ അതിർത്തിയിൽ കരാർ ലംഘിക്കുന്നു. അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതിനെ വളരെ വിശദമായി കൊണ്ടുവരുന്നു. ഇതിനകത്ത് പ്രധാനമായിട്ട് മാതൃഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ സമാധാനത്തിൻ്റെ 3 പടവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് 1, 2, 3 എന്ന് പോയിൻ്റ് ചെയ്തുകൊണ്ട് ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. അത് ഇന്നലെ ഇന്ത്യയുടെ താക്കീത്, അതിനുശേഷം അമേരിക്കയുടെ ഇടപെടൽ കൂടി വരുന്നു. 5:33 വെടിനിർത്തൽ കരാറിന് ഇന്ത്യയും പാകിസ്ഥാനും സമ്മതിച്ചായി റിപ്പോർട്ട് വരുന്നു. 6 മണിക്ക് വെടിനിർത്തൽ നിലവിൽ വന്നതായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറയുന്നു. അങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുമാത്രമല്ല, വിശദമായി ഇനി 4-ാം പേജിലേക്കും 5-ാം പേജിലേക്കും ഒക്കെ പോയാൽ വളരെ വിശദമായി ഞാൻ വേഗത്തിലൊന്ന് ഓടിപ്പോകാം. അത് കഴിഞ്ഞ് ഒന്നാം പേജ് വീണ്ടും അടുത്തൊരു 2ാമത്തെ ഒന്നാം പേജ് തന്നെ പറയേണ്ടി വരും. അത് ശരിക്കും 3-ാം പേജാണ്. എന്നാൽ പോലും ആ പേജിലേക്ക് പോകുമ്പോൾ എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത് എന്ന കാര്യവും വിശദമായി പറയുന്നുണ്ട്. ഇന്നലെ പിന്നിട്ടത് അശാന്തിയുടെ രാത്രി. നമുക്കറിയാം കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്താണെന്നുള്ളത്. ഇന്ത്യയുടെ ഇടപെടൽ, ഇന്ത്യ എങ്ങനെയാണ് പാകിസ്ഥാനെ വരച്ച വരയിൽ കൊണ്ടുവന്നത് എന്ന കാര്യങ്ങളെല്ലാം മാതൃഭൂമി വളരെ വിശദമായി പറയുന്നുണ്ട്. അതുമാത്രമല്ല, അതിനെ ഒരു ഇൻഫോഗ്രാഫിക്സ് ലൈനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ ഇന്ത്യ പുറത്തുവിട്ട എല്ലാ വിവരങ്ങളും മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഇന്നലെ ഇന്ത്യ പുറത്തുവിട്ട 5 ഭീകരരുടെ പേരുകളടക്കം അവരുടെ വിശദാംശങ്ങളടക്കം ഒന്നാം പേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുമാത്രമല്ല, പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ ഇന്നലെ സുബേദാർ മേജർക്ക് അദ്ദേഹം മരിച്ചിരുന്നു, കൊല്ലപ്പെട്ടിരുന്നു, വീരമൃത്യു. അതുകൂടി വാർത്തയാക്കുന്നുണ്ട്. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി പറയുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായത് 4-ാം പേജും 5-ാം പേജും ചേർത്തുകൊണ്ട് വളരെ വിശദമായി അതിൽ അവസാനിക്കട്ടെ സംഘർഷം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശദമായ എഡിറ്റോറിയൽ എഴുതുന്നു. അത് കഴിഞ്ഞ് തീ അണയുന്നു, ഇന്ത്യ ഉപയോഗിച്ച വജ്രായുധങ്ങൾ ഏതൊക്കെയാണെന്ന് ഉള്ള വിശദമായ കാര്യങ്ങൾ, പഹൽഗാമിന് ശേഷം ഈ 18 നാൾ എങ്ങനെയായിരുന്നു എന്ന് വളരെ വിശദമായി പറയുന്നു. അങ്ങനെ ഏറ്റവും വിശദമായി തന്നെ മാതൃഭൂമി അക്കാര്യത്തെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
മനോരമയിലേക്ക് ഒന്ന് വേഗം മനോരമയിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റു പത്രങ്ങളുടെ എല്ലാം ഒന്നാം പേജിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. കേരള കൗമുദി കിട്ടേണ്ടത് കിട്ടി, പാകിസ്ഥാൻ പത്തി മുടക്കി. അതായത് ഇവിടെ സമാധാനം എന്ന രൂപത്തിൽ മാതൃഭൂമി വളരെ മനോഹരമായ ഒന്നാം പേജ് കൈകാര്യം ചെയ്യുമ്പോൾ കേരള കൗമുദി കൈകാര്യം ചെയ്യുന്നത് കിട്ടേണ്ടത് കിട്ടി, പാകിസ്ഥാൻ പത്തി മുടക്കി എന്ന രൂപത്തിലാണ്. വളരെ മനോഹരമായ ഒരു ഒന്നാം പേജ് തന്നെയാണ്. സൈനികരുടെ ഒരു ലേഔട്ട് ചിത്രമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഏറ്റവും നന്നായിട്ടുണ്ട് എന്ന് വേണം കണക്കാക്കാൻ. വളരെ വിശദമായ ഒന്നാം പേജ്. അതിനപ്പുറത്തേക്ക് വീക്ഷണത്തിലേക്ക് പോയാൽ വീക്ഷണം ഒരു ചോദ്യമാണ്. വീക്ഷണത്തിന് ഇപ്പോഴും ഇത് സമാധാനം അകലെയോ എന്ന ചോദ്യമാണ് വീക്ഷണത്തെ സംബന്ധിച്ചുള്ളത്. അത് വെടിനിർത്തൽ വാക്കിൽ തന്നെയാണ്. വെടിപൊട്ടിച്ച ട്രംപ് അങ്ങനെ വളരെ വിശദമായി പറയുന്നുണ്ട്. അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് വീക്ഷണത്തിന് ഇപ്പോഴും ആ സംശയം നിലനിൽക്കുന്നുണ്ട്. സമാധാനം അകലെയോ എന്നാണ് വീക്ഷണം ചോദിക്കുന്നത്. സുപ്രഭാതത്തിലേക്ക് പോയാൽ സുപ്രഭാതം ഒരുപക്ഷെ കുറച്ചും കൂടി വിശദമായി കാര്യങ്ങൾ ലേഔട്ടൊക്കെ നന്നായിട്ടുണ്ട്, കളർ ചേഞ്ചൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ വാർത്തകൾ മുഴുവൻ അതായത് ഇതേ നിലവാരത്തിൽ തന്നെയാണ്. വെടിനിർത്തൽ എന്ന് തന്നെയാണ്. ഒപ്പം ഒരു വെള്ളരിപ്രാവിൻ്റെ ചിത്രവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൈനിക നടപടികൾ ഇന്ത്യയും പാകിസ്ഥാനും നിർത്തി എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. 88 മണിക്കൂർ സംഘർഷഭരിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാം പേജും. വെടിനിർത്തൽ എന്ന് തന്നെയാണ് സുപ്രഭാതത്തിൻ്റെയും ഒന്നാം പേജിലേക്ക് പോകുന്നത്. സിറാജ് ഭീതി ഒഴിയുന്നു എന്നാണ് പറയുന്നത്. കുറച്ചും കൂടി വിശദമായി വെടിനിർത്തൽ ധാരണ എന്നുകൂടി പറയുന്നുണ്ട്. ചന്ദ്രികയ്ക്കും ഇപ്പോഴും സമാധാനം അകലെ എന്ന രൂപത്തിൽ തന്നെയാണ്. യുദ്ധഭീതിക്ക് വിരാമം, സമാധാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ടാണ് ചന്ദ്രിക. മെട്രോ വാർത്ത പാകിസ്ഥാൻ്റെ ഇന്നലത്തെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ചേർത്തുകൊണ്ടാണ് വെടിനിർത്തലിന് പിന്നാലെ ലംഘനം, മര്യാദ വിട്ട് പാകിസ്ഥാൻ എന്നാണ് മെട്രോ വാർത്ത പറയുന്നത്. ദേശാഭിമാനിയും ആ രൂപത്തിൽ തന്നെയാണ്. വെടിനിർത്തൽ എന്ന് തന്നെയാണ് ദേശാഭിമാനിയും പറയുന്നത്. കുറച്ച് വിശദമായത് മാത്രമല്ല, ഈ കശ്മീരിൽ ഇന്നലെ ഉണ്ടായ ആ ചിത്രം ഒരുപക്ഷെ എല്ലാ പത്രങ്ങളിലും അപൂർവമായിട്ട് മാത്രമാണ് ഉള്ളത്. മറ്റു ചിത്രങ്ങളൊക്കെ ഈ ആളുകളുടെയും അല്ലെങ്കിൽ വിക്രം മിശ്രയുടെയൊക്കെ പടങ്ങൾ കൊടുത്തപ്പോൾ ദേശാഭിമാനി ഇന്നലെ ജമ്മു കാശ്മീരിലെ ജനവാസ കേന്ദ്രത്തിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ തകർന്ന വാഹനത്തിൻ്റെ ദൃശ്യമാണ് ഒന്നാം പേജിലായിട്ട് നൽകിയിട്ടുള്ളത്. മാധ്യമം കുറച്ചും കൂടി വൈകാരികമായിട്ട് അതിനെ സമീപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ചിത്രം അങ്ങനെയാണ്. പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജമ്മുവിലെ സാക്കിർ ഹുസൈൻ്റെ കുടുംബാംഗങ്ങൾ പൊട്ടിക്കരയുന്നൊരു ചിത്രമാണ് മാധ്യമം ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത്. വെടിനിർത്തി ലംഘിച്ചു, അതായത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു, അത് ലംഘിച്ചു എന്ന് പറയുന്ന രൂപത്തിൽ മാധ്യമവും. അങ്ങനെ വളരെ വിശദമായി ഒന്ന് ഇംഗ്ലീഷ് പത്രങ്ങളിലേക്കും വേഗം പോയി വരാം. ഹിന്ദു വളരെ വിശദമായിട്ട്, അതായത് അക്കാര്യം കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് പീസ് ഡീൽ സ്ട്രക്ക് ബട്ട് പാക് വയലേഷൻസ് പെർസിസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇന്നലെ നടന്ന ഏറ്റവും അവസാനത്തെ സംഭവങ്ങളാണ് ഹിന്ദുവിൻ്റെ ഒന്നാം പേജ് കൈകാര്യം ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ ജയശങ്കറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിർത്തിയിൽ എന്തൊക്കെയാണ് നടന്നത് ഏപ്രിൽ 22 മുതൽ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മെയ് 10 വരെയുള്ള വിശദമായ വിവരങ്ങൾ ഒന്നാം പേജിൽ ലേഔട്ട് ചെയ്യാൻ ഹിന്ദു ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും അതുമാത്രമല്ല ഈ വീണ്ടും ഇന്നലെ ശ്രീനഗറിലുണ്ടായ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പോലും ഒന്നാം പേജിലേക്ക് ഉൾപ്പെടുത്താൻ ഹിന്ദു ശ്രമിക്കുന്നുണ്ട്. എക്സ്പ്ലോഷൻസ് ഇന്നലെ വീണ്ടും ജമ്മുവിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് ഒന്നാം പേജ് വളരെ വലിയ പരസ്യമാണ്. അതിനുശേഷമാണ് ഫ്രം നിയർ വാർ ടു പോസ്റ്റ് ടു വയലേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് വളരെ വിശദമായി അക്കാര്യത്തിൽ ഈ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിന്നിരുന്നു, അല്ലെങ്കിൽ അതിനടുത്തെത്തി, പക്ഷേ അതിനുശേഷം അത് അവസാനിക്കുന്നു, പക്ഷേ അത് വീണ്ടും വയലേഷനിലേക്ക് പോകുന്നു. ആ ഹെഡിങ് വളരെ മനോഹരമായിട്ടുണ്ട് ടൈംസിൻ്റെ. അതിനുശേഷം വളരെ എനിക്ക് തോന്നുന്നൊരു ഒരു അതിർത്തിയിൽ നിന്ന്, അതായത് യുദ്ധമുഖത്തു നിന്നുള്ളൊരു ദൃശ്യം പോലെ തന്നെയാണ് അവരുടെ ഒന്നാം പേജിലെ ചിത്രം. ഒരു സൈനികൻ ഒരു മോട്ടോർ ഷെല്ലർ പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ട ചിത്രമായിരിക്കും അതെന്ന് വിചാരിക്കുന്നു. ഫോറിൻ സെക്രട്ടറിയുടെയും ജയശങ്കറിൻ്റെയും ട്രംപിൻ്റെയും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. പാക് പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അത് ബിലീവ് കശ്മീർ അതർ ഇഷ്യൂസ് വിൽ ബി റിസോൾവ്ഡ്. അതായത് അതൊരു പക്ഷേ മറ്റു പത്രങ്ങളൊന്നും പാകിസ്ഥാൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഒന്നാം പേജിൽ നൽകാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വേണം കാണാൻ. അത് ടൈംസ് നന്നായി കൊടുത്തിട്ടുണ്ട്. ഒന്നാം പേജിൽ തന്നെ ഉൾപേജിലേക്കായിരിക്കും മറ്റു പത്രങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു. എക്സ്പ്രസിനെ സംബന്ധിച്ച് നല്ലൊരു ലേഔട്ട് ആണ്. അതായത് സീസ് ഫയർ എന്ന് പറയുന്നു. പക്ഷേ ആ സീസ് ഫയറിന് നടുവിലൂടെ ഒരു ചുവന്ന വര പോകുന്ന രൂപത്തിലാണ് എക്സ്പ്രസിൻ്റെ ഒന്നാം പേജിലെ ഹെഡിങ്. പാക് വയലേറ്റ്സ് ഇറ്റ് വിത്ത് ഡ്രോൺസ് ഇൻട്രൂഷൻസ്. അതായത് സീസ് ഫയർ ഉണ്ട്, പക്ഷേ അപ്പോഴും പാകിസ്ഥാൻ അത് ലംഘിക്കാൻ തയ്യാറാകുന്നു എന്ന രൂപത്തിൽ അത് പറയാൻ എക്സ്പ്രസും ശ്രമിച്ചിട്ടുണ്ട്. സൺഡേ എക്സ്പ്രസും ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മനോരമയിലേക്ക് പോകാം. കാരണം കുറച്ചും കൂടി വിശദമായ മനോരമയുടെ ഒന്നാം പേജിൻ്റെ ലേഔട്ട് മനോഹരമായിട്ടുണ്ട്. വാർത്തകൾ നിറയുന്നതിനപ്പുറത്തേക്ക് ആ ലേഔട്ടിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. ഒന്നാം പേജ് വളരെ വലിയൊരു ഒന്നാം പേജ്. താക്കീതുമായി ഇന്ത്യ, അതിർത്തിയിൽ അതീവ ജാഗ്രത എന്ന് പറയുന്നു. ഇപ്പോൾ ഇന്ത്യ പാക് ചർച്ചയിൽ വെടിനിർത്തലിൻ്റെ ധാരണ ലംഘിച്ച് വീണ്ടും പാക് പ്രകോപനം. എന്തായാലും ഒന്നാം പേജ് വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ഉൾപേജിലേക്ക് പോയാൽ വളരെ വിശദമായി തന്നെ
ഈ ഹെഡിങ് പറയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും മനോരമയിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ ഈ പത്രങ്ങളിൽ നിന്ന് ഒരുപക്ഷെ മറ്റു വാർത്തകളിലേക്ക് പോകണമായിരുന്നു. വിരൽ കാഞ്ചിയിൽ തന്നെ, അതാണ് ഒരുപക്ഷെ 6-ാം പേജും 7-ാം പേജും ചേർത്ത് വെച്ചുകൊണ്ടുള്ള മനോരമയുടെ ഒരു വലിയ സെൻട്രൽ സ്പ്രെഡ് ഉൾക്കൊള്ളുന്നത് അങ്ങനെയാണ്, വിരൽ കാഞ്ചിയിൽ തന്നെ എന്ന് പറയുന്നത്. പിന്നെ മിന്നൽ പ്രഹരം, അതായത് ഇന്ത്യയുടെ പ്രഹരം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മളുടെ ഓർമ്മയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മെയ് 7-ാം തീയതി ഇന്ത്യ 9 കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണം, അതിന് തുടർച്ചയായി ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ്റെ 4 എയർബേസുകൾ ആക്രമിച്ച് തകർക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. വിരൽ കാഞ്ചിയിൽ തന്നെ എന്നുള്ള ഹെഡിങ്ങും, ഇന്ത്യയും പാകിസ്ഥാനും രമ്യതയായെന്നോ സമാധാനം പാലിക്കാൻ തീരുമാനിച്ചെന്നോ പറയാറായിട്ടില്ല, അതിനു രാഷ്ട്രീയ തലത്തിൽ ചർച്ചകൾ നടക്കണം എന്ന മനോരമയുടെ ആ തലവാചകത്തിനൊപ്പമുള്ള വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അതൊരു എഡിറ്റോറിയൽ ഹെഡിങ് ആയിട്ട് വേണം കാണാൻ. കാരണം ഇത് എഡിറ്റോറിയൽ പേജാണ്. ആ എഡിറ്റോറിയൽ പേജിൽ എഡിറ്റോറിയലിന് പകരം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ്. അത് ഒന്നുകൂടി ഞാൻ വായിക്കാം. അതാണ് ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യയും പാകിസ്ഥാനും രമ്യതയായെന്നോ സമാധാനം പാലിക്കാൻ തീരുമാനിച്ചെന്നോ പറയാറായിട്ടില്ല, അതിന് രാഷ്ട്രീയ തലത്തിൽ ചർച്ചകൾ നടക്കണമെന്നതാണ്. കാരണം അത് വളരെ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണത്. പാകിസ്ഥാൻ്റെ മിസൈൽ പാടവും പ്രതീകാത്മക പ്രഹരങ്ങൾ, ഇനി വേണ്ടത് രാഷ്ട്രീയ ചർച്ചകളടക്കം വളരെ വിശദമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പാകിസ്ഥാൻ്റെ പിന്മാറ്റം തോൽവി ഭയന്നാണ് എന്നുകൂടി പറയാൻ മനോരമ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറേയധികം ചിത്രങ്ങൾ, അതൊരു പക്ഷേ മറ്റ് പത്രങ്ങളൊക്കെ, അതായത് ഇന്നലെ നമ്മൾക്കറിയാം ചാനലുകളിലെല്ലാം ഈ ദൃശ്യങ്ങൾ വന്നതാണ്. അതായത് ഇന്ത്യൻ അതിർത്തിയിൽ വീണ ഷെല്ലുകൾ, മോട്ടോറുകൾ, തകർന്നു വീണ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ, മിസൈലുകളുടെ അവശിഷ്ടങ്ങളൊക്കെ അടക്കം അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി. പിന്നെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ഈ സംസ്ഥാനങ്ങളെല്ലാം ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ടും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു. ആ ചിത്രം, ഉൾപേജിലെ ചിത്രം ഏറ്റവും മനോഹരമാണ്, ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഇത് വിടവുകളുടെ വീട് എന്നൊരു ക്യാപ്ഷനിൽ കശ്മീരിലെ പൂഞ്ചിലെ ബെഹ്റ ഗ്രാമത്തിൽ പാക് ഷെല്ലാക്രമണത്തിൽ തകർന്ന വീടാണ് ആ കാണുന്നത്. മനോരമയുടെ ഉൾപേജിൽ സെൻട്രൽ സ്പ്രെഡിൽ വളരെ വിശദമായി കൊടുത്തിട്ടുള്ളത്. എന്തായാലും അത് മാത്രമല്ല, മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മൾ ഇന്ത്യ ഇന്നലെ നിഷേധിച്ചത്, അതായത് ഈ വെടിനിർത്തൽ കരാർ വരുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വാക്കുകളാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അതിന് തീരുമാനമായിരിക്കുന്നു എന്ന് ട്രംപാണ് ആദ്യം അനൗൺസ് ചെയ്തത്. പക്ഷേ ഇന്ത്യ അത് നിഷേധിക്കുന്നുണ്ട്. അതിനെ മനോരമ ചോദിക്കുന്നുണ്ട്, ഉഭയകക്ഷിയോ മൂന്നാം കക്ഷിയോ എന്ന രൂപത്തിൽ. അതായത് ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇതിലുണ്ടായിട്ടുണ്ടോ, അതോ അല്ലെങ്കിൽ നമ്മൾ രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിലൂടെയാണോ ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി മനോരമ ചോദിച്ചു വെക്കുന്നുണ്ട്. എന്തായാലും അതാണ് വളരെ വിശദമായി ഏറ്റവും വിശദമായി തന്നെയാണ് പത്രങ്ങളെല്ലാവരും ഒരുപക്ഷെ ഇന്ത്യക്ക് വളരെ അഭിമാനിക്കാവുന്ന നേട്ടം എന്നുള്ളത് കൊണ്ട് നൽകുന്നത്. മനോരമയുടെ ഒരു വാർത്ത കൂടി നമുക്കൊന്ന് എടുത്തു പോകാം. കാരണം മനോരമ 1-ാം പേജിൽ ഈ യുദ്ധങ്ങൾക്കപ്പുറത്തേക്ക്, വലിയ യുദ്ധവാർത്തകൾക്കപ്പുറത്തേക്ക്, വലിയ സമാധാന വാർത്തകൾക്കപ്പുറത്തേക്ക് ഒരു വാർത്ത മനോരമ നൽകുന്നുണ്ട്. അത് കോവിഡ് മരണങ്ങൾ, അതായത് കോവിഡ് മരണങ്ങൾ CRS റിപ്പോർട്ടിൽ വലിയ അന്തരം എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം കോവിഡ് കാലത്തെ നമ്മളുടെ ഓർമ്മ, അതിനെ മനോരമ വീണ്ടും വാർത്തയിലേക്ക് കൊണ്ടുവരുന്നു. മരണങ്ങൾ ഒളിച്ചു വെച്ചോ എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ടാണ്. സംശയനിഴലിൽ 17 ലക്ഷത്തിലധികം മരണങ്ങൾ, ഔദ്യോഗിക കണക്ക് പ്രകാരം കോവിഡ് ബാധിച്ച് മരിച്ചത് 3.3 ലക്ഷം പേർ. അത് താരതമ്യേന കുറവ് കേരളത്തിലാണെന്നും ആ കണക്കുകൾ പറയുന്നുണ്ട്. എന്തായാലും CRS റിപ്പോർട്ടിൽ വലിയ അന്തരമുണ്ട്. അതൊരു വലിയ വാർത്തയാണ്. പക്ഷേ കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ യുദ്ധ വാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോയ വലിയ വാർത്തയായിട്ട് വേണം ഇതിനെ കാണാൻ. അത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഈ കോവിഡ് മരണങ്ങൾ രാജ്യത്ത് വളരെ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ഈ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, അതായത് ഇന്നലെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം ഉണ്ടായിട്ടുണ്ട്. ആ മോഷണ വാർത്ത കൂടി പത്രങ്ങൾ, ഞാൻ വിശദമായി പോകുന്നില്ല, യുദ്ധവാർത്തകൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മോഷണ വാർത്ത, അതായത് 13 പവൻ്റെ ഒരു ദണ്ട് കാണാതായ വാർത്ത കൂടിയുണ്ട്. ഒരു പക്ഷേ പത്മനാഭ സ്വാമി ക്ഷേത്രം നമുക്കറിയാവുന്നതാണ്, വലിയ സ്വത്തുള്ള, വലിയ സമ്പത്തുള്ള, ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണഖനി എന്നൊക്കെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നതാണ്. അവിടെ നിന്ന് 13 പവൻ്റെ ഒരു ദണ്ട് കാണാതെ പോയ വാർത്ത കൂടിയുണ്ട്. ഈ യുദ്ധവാർത്തക്കിടയിൽ അല്ലെങ്കിൽ സമാധാന വാർത്തക്കിടയിൽ മുങ്ങിപ്പോയൊരു വാർത്തയാണ്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതാണ് പത്രങ്ങൾ ഉള്ളത്. ഓക്കെ ശ്രീജിത്ത്, ശരി. അപ്പോൾ നമുക്കിനി നാളെ കാണാം.